അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല. മെഴുകുതിരി കത്തിച്ചാരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹം എന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക് നിരത്തുകയോ ഉണ്ടാകില്ല. പകരം തെരുവുകളിൽ ആ മനുഷ്യൻ ഉയർത്തിയ സമരമുദ്രാവാക്യങ്ങൾ വീണ്ടും ഉയരും. മണ്ണും വിണ്ണും വിഷം തീണ്ടുന്ന നേരം പോർമുഖങ്ങളിൽ പടർന്ന ആ സമരവീര്യം ജനതയിൽ വീണ്ടും ആവേശിക്കും. പുതിയ ആകാശവും പുതിയ ഭൂമിയും പിറക്കുന്ന മഹാത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. മനുഷ്യമോചനത്തിന്റെ മഹത്വമറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന മഹാത്ഭുതങ്ങൾക്കായി കാത്തിരിക്കൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു പുണ്യാളവനായി സ്വയം അടയാളപ്പെടുത്തിയല്ല വി എസ് വിടവാങ്ങുന്നത്. പൊതുമുതലായ മരം അത് കൊള്ളയടിച്ചുകൊണ്ട് വിറ്റുണ്ടാക്കിയ കാശ് കൊണ്ട് ഒരു ചാനൽ വിലക്ക് വാങ്ങിയിട്ട് അവിടെ ചില ആളുകളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് കേസിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കുഴലൂത്തുകൾ നടത്തുകയും ചെയ്യുന്ന ഒരു മാധ്യമ സ്ഥാപനമായി റിപ്പോർട്ടർ TV അധപ്പതിച്ചിരിക്കുന്നു. അതിൽ റിപ്പോർട്ടർ TVയുടെ എഡിറ്റർ ഇൻ ചീഫായിട്ടുള്ള അരുൺകുമാർ, ഇയാൾ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അത് തന്തയില്ലാത്തവന്റെ മാധ്യമ പ്രവർത്തനമാണ്. പിതൃത്വ ശൂന്യമായ ഒരു മാധ്യമ പ്രവർത്തനമാണ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ട വീഡിയോ കഴിഞ്ഞ ദിവസം സഖാവ് VS അച്യുതാനന്ദന്റെ വിലാപയാത്രയുമായി ബന്ധപ്പെട്ട വിഷ്വലുകൾ കാണിച്ചുകൊണ്ട് അരുൺകുമാർ നടത്തിയ കമന്റുകളാണ് നിങ്ങൾ കണ്ടത്. ഉമ്മൻചാണ്ടിയെ മോശക്കാരനാക്കി ഉമ്മൻചാണ്ടിയെ പരിഹസിച്ചുകൊണ്ട് അരുൺകുമാർ നടത്തിയ ചില കമന്റുകളാണ് നിങ്ങൾ കേട്ടത്. ഇതിൽ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു നോക്കട്ടെ. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലം അത്രയും ആ വ്യക്തി ഒരു സാധാരണ മനുഷ്യനെ പോലെ, മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പോലും ഒരു മുഖ്യമന്ത്രിയുടെ യാതൊരു പ്രിവിലേജും ഇല്ലാതെ സാധാരണക്കാരിൽ വെറും സാധാരണക്കാരനായി മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുകയും അങ്ങനെ ജീവിച്ചൊരു വ്യക്തിയുമാണ്. ആളുകൾ സ്തുതിപാഠകർ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ വെറുതെ ആഗ്രഹിച്ചു എന്നല്ല, അദ്ദേഹം ആശിച്ചു എന്നല്ല, അദ്ദേഹം ജീവിച്ച് കാണിച്ചതാണ് ഈ പൊതുസമൂഹത്തിൽ വെറും സാധാരണക്കാരനായി കൊണ്ട് ജീവിതം എന്താണെന്ന് കാണിച്ച വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. അദ്ദേഹം എവിടെയും അവകാശപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം എവിടെയും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല, അദ്ദേഹം ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ ജീവിതകാലശേഷം അദ്ദേഹത്തെ പുണ്യാളനായി വാഴ്ത്തിക്കണമെന്ന്. അദ്ദേഹത്തിന്റെ കല്ലറയിൽ ചെന്നുകൊണ്ട് മെഴുകുതിരി കത്തിക്കണമെന്ന് അദ്ദേഹം ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. ബട്ട് പൊതുജനം എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ മഹത് വ്യക്തിത്വത്തോട് വല്ലാത്തൊരു ആദരവും ബഹുമാനവും ആരാധനയും ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായപ്പോൾ അവർ സ്വയം ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കല്ലറയിൽ ചെന്ന് മെഴുകുതിരി കത്തിക്കുന്നു. അദ്ദേഹത്തെ അവർ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തോട് സാധാരണക്കാരന് ആരാധന തോന്നുന്നു. എവിടെയെങ്കിലും ഉമ്മൻചാണ്ടി എന്നെ പുണ്യാളനായി വാഴ്ത്തണമെന്നോ എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ അരുൺകുമാറിന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതായിട്ട് പൊതുവേദിയിൽ വേണ്ട, മൈക്കിന് മുന്നിൽ വേണ്ട, മീഡിയയ്ക്ക് മുന്നിൽ വേണ്ട, തൻ്റെ കൂട്ടുള്ളവരോട്, തൻ്റെ അടുപ്പക്കാരോട്, തൻ്റെ ചുറ്റുമുള്ള ആരോടെങ്കിലും ഉമ്മൻചാണ്ടി അത്തരത്തിലൊരു ആഗ്രഹം എൻ്റെ മരണശേഷം എന്നെ പുണ്യാളനായി വാഴ്ത്തണമെന്ന് ഉമ്മൻചാണ്ടി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തടിസ്ഥാനത്തിലാണ് അരുൺകുമാർ ഇത്തരം ഒരു കമന്റ് നടത്തിയിരിക്കുന്നത്? ഏതടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കമന്റ് നടത്താൻ അരുൺകുമാറിനെ എന്താണ് പ്രേരിപ്പിച്ചത്? അരുൺകുമാറിന് എന്ത് യോഗ്യതയാണുള്ളത്? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേരുച്ചരിക്കാനുള്ള എന്ത് യോഗ്യതയാണ് അരുൺകുമാറിനുള്ളത്? വെറും സ്പോൺസേർഡ് വാർത്തകൾ മാത്രം കൊടുക്കുന്ന, മാധ്യമധർമ്മം മറന്നുകൊണ്ട് പെയ്ഡ് ന്യൂസുകൾ മാത്രം പടച്ചുവിടുന്ന, തങ്ങളുടെ മാധ്യമ മുതലാളി അകപ്പെട്ടിരിക്കുന്ന കൊള്ളയടി കേസിൽ നിന്ന്, മാധ്യമ മുതലാളി കടത്തിക്കൊണ്ടുപോയ മരം കൊള്ളക്കേസിൽ നിന്ന്, മാധ്യമ മുതലാളി തൻ്റെ സഹോദരങ്ങളോടൊപ്പം കള്ളയടിച്ചും കട്ടെടുത്തും ഉണ്ടാക്കിയ ആ കാശ് കൊണ്ട് പണിതുണ്ടാക്കിയ ഈ റിപ്പോർട്ടർ TV എന്ന് പറയുന്ന ചാനലിൽ ഇരുന്നു കൊണ്ട് ജനമനസ്സുകളിൽ ജനങ്ങൾക്ക് വേണ്ടി മാത്രം 24 മണിക്കൂറും പ്രവർത്തിച്ച ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഒരു കമന്റ് അടിക്കാൻ, ആ വ്യക്തിയുടെ പേരുച്ചരിക്കാനുള്ള എന്ത് അധികാരമാണ് അരുൺകുമാറിനുള്ളത്? എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ്, എന്ത് ഉത്തരവാദിത്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉമ്മൻചാണ്ടിയെ കുറിച്ച് അരുൺകുമാർ ഇങ്ങനെയൊന്ന് പറഞ്ഞത്? അരുൺകുമാറിനെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് മറ്റൊന്നുമല്ല. അരുൺകുമാറിനെ ഇത്തരം നീചമായ വാക്കുകൾ ഉപയോഗിക്കാനും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ മഹത് വ്യക്തിയെ പരിഹസിക്കാനും അരുൺകുമാറിനെ പ്രേരിപ്പിച്ച ഘടകം മറ്റൊന്നുമല്ല. കാരണം
അരുൺകുമാറിന്റെ തമ്പുരാനും അരുൺകുമാറിന്റെ യജമാനനുമായിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ, പിന്നെ ആൻഡോ അഗസ്റ്റിന്റെ സഹോദരങ്ങളായിട്ടുള്ള റിജോ അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ, ഈ മൂന്ന് വ്യക്തികളുടെ ഈ മൂന്നാളുകളുടെ തൊണ്ടക്കുഴി വരെ എത്തി നിൽക്കുന്ന മുട്ടിൽ മരമുറി കേസ്, മുട്ടിലിൽ നിന്ന് മരം കൊള്ളയടിച്ചുകൊണ്ട് പൊതുമുതൽ കട്ടെടുത്തുകൊണ്ട് അത് കൊണ്ടുപോയി വിറ്റുണ്ടാക്കിയ കാശ് കൊണ്ട് പണിതുയർത്തിയിരിക്കുന്ന ഈ റിപ്പോർട്ടർ TV എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനം, ആ മാധ്യമ സ്ഥാപനത്തിന്റെ മുതലാളിമാരായിട്ടുള്ള ആൻഡോയും റിജോയും അതുപോലെ തന്നെ ജോസുകുട്ടിയും, ഈ മൂന്ന് പേരുടെയും തൊണ്ടക്കുഴി വരെയാ എത്തി നിൽക്കുന്നത് മുട്ടിൽ മരമുറി കേസ്. ഇവർ മൂന്ന് പേരുമാണ് പ്രധാന പ്രതികൾ. ഇവർ മൂന്ന് പേരും ജയിലഴിക്കുള്ളിൽ എണ്ണേണ്ട ആളുകളാണ്. അവരെ രക്ഷിച്ചെടുക്കണം, കേസുകളിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കണം. കേസ് മാക്സിമം വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം കേസ് നീണ്ടു പോകണം. ആൻഡോ മരിച്ചു കഴിഞ്ഞാലും കേസിനെ കുറിച്ച് ഒരു വിധിയും വരാൻ പാടില്ല. അത് കോടതിയിൽ കിടന്ന് ഇങ്ങനെ തട്ടിക്കളിക്കണം. അതിനുവേണ്ടി ആരുടെ കാല് നിൽക്കുവാനും അരുൺകുമാർ തയ്യാറാണ്. ആരുടെ കാല് നിൽക്കുവാനും അരുൺകുമാർ തയ്യാറാണ്. അരുൺകുമാറിനെ 24-ൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് റിപ്പോർട്ടർ TVയുടെ എഡിറ്റർ ഇൻ ചീഫ് ആക്കിയത് തന്നെ ഇത്തരത്തിൽ ചില സഖാക്കളുടെ ആസനം നക്കിക്കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അരുൺകുമാറെ നക്കലും മൂമ്പലും ഒക്കെ അങ്ങ് വീട്ടിൽ പോയി ചെയ്യൂ, അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ വല്ല ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തിലും പോയിട്ട് അവിടെ കിടന്ന് നക്കാനും മൂമ്പാനും പോയി നടക്കൂ. അതല്ലാതെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വലിയൊരു മനുഷ്യനുണ്ട്, കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രി, ഏറ്റവും മനുഷ്യനായ മുഖ്യമന്ത്രി, പാവങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും ജീവിച്ച് എരിഞ്ഞടങ്ങിയ ഒരു വ്യക്തി. ആ വ്യക്തിയോട് ഇത്തരത്തിൽ അധിക്ഷേപത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന് നേരെ വേണ്ട. താങ്കളുടെ ഈ അടിമപ്പണി അത് പിണറായി വിജയന്റെ വീട്ടിൽ പോയി ചെയ്തു കൊടുക്കുക, അതല്ലെങ്കിൽ ഗോവിന്ദൻ മാഷിന്റെ വീട്ടിൽ പോയി ചെയ്തു കൊടുക്കുക. അവർ നിങ്ങളെ സഹായിക്കുമായിരിക്കും. ആൻഡോയെയും സഹോദരങ്ങളെയും രക്ഷിച്ചെടുക്കാൻ അവർ നിങ്ങളെ സഹായിക്കുമായിരിക്കും. അവർക്ക് വേണ്ടി മാക്സിമം നിങ്ങൾ കുഴൽ ഊതിക്കൊണ്ട് തന്നെ ഇരിക്കൂ. അവർക്ക് വേണ്ടി നിങ്ങൾ പണം പെയ്ഡ് വാർത്തകൾ നിങ്ങൾ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കൂ. ഇവിടെ അതിലൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. ബട്ട് ഈ ജനങ്ങളുടെ മനസ്സിൽ, കേരളത്തിന്റെ ജനതയുടെ മനസ്സിൽ അത് ഈ കേരളം കണ്ടതാണ്, ഈ കേരളം കേട്ടതാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ള ഒരു വാർത്ത ജനങ്ങളുടെ കാതിൽ വന്നപ്പോ കേരളത്തിന്റെ അങ്ങ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഓരോ മനുഷ്യന്റെയും മനസ്സ് നിറഞ്ഞതാണ്, അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയതാണ്. അതൊക്കെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഉമ്മൻചാണ്ടി ആരായിരുന്നു എന്ന് കൂടുതൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കേണ്ട കാര്യമല്ല. അതുകൊണ്ട് അരുൺകുമാറെ, ഈ ചെറ്റ പരിപാടി, ഈ നാറിയ നെറികെട്ട ഏർപ്പാട് അത് താങ്കളുടെ വീട്ടിലുള്ളവരോട് കാണിക്കൂ. ഈ പിണറായി വിജയന്റെ ആസനം നക്കി കൊടുത്താൽ മതി, അതല്ലെങ്കിൽ ഗോവിന്ദൻ മാഷ വീട്ടിൽ പോയിട്ട് അവിടെയുള്ള വീട് പണി ചെയ്തു കൊടുക്കൂ. അതിലൊന്നും ഇവിടെ ആർക്കും ഒരു എതിരഭിപ്രായമില്ല, ഒരു എതിർ ഇഷ്ടവുമില്ല. അതുകൊണ്ട് അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. താങ്കൾ എന്തു ചെയ്യുന്നു എന്നുള്ളത്, താങ്കൾ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഊമ്പുന്ന ഏർപ്പാട് തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. അത് താങ്കൾ തുടർന്നുകൊണ്ടേയിരുന്നുള്ളൂ. അതിലൊന്നും ഇവിടെ ആർക്കും ഒരു തർക്കവുമില്ല. ബട്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ വ്യക്തിയെക്കുറിച്ച് താങ്കൾ ഈ നാറിയ ഏർപ്പാട് അത് ഉമ്മൻചാണ്ടിക്ക് നേരെ വേണ്ടായിരുന്നു. താങ്കളുടെ ഈ പരിഹാസം അത് ഉമ്മൻചാണ്ടിക്ക് നേരെ വേണ്ടായിരുന്നു. ജനങ്ങൾ അവർക്ക് ആരാധന തോന്നിയ വ്യക്തിയോട്, ജനങ്ങൾ അവർക്ക് ഇഷ്ടം തോന്നിയ വ്യക്തിയോട്, ജനങ്ങൾ അവർക്ക് ബഹുമാനം തോന്നിയ വ്യക്തിയുടെ കല്ലറയിൽ പോകും, മെഴുകുതിരി കത്തിക്കും. അവരുടെ മനസ്സിൽ ചിലപ്പോൾ ഉമ്മൻചാണ്ടി ഒരു പുണ്യാളനായിരിക്കും. അതിൽ താങ്കൾക്ക് എന്താണ് ഇത്ര ചൊറിച്ചിൽ? താങ്കളുടെ ചൊറിച്ചിലിനെ വല്ല മുള്ളുമുരിക്കിലും പോയി കയറൂ, അപ്പൊ താങ്കളുടെ ചൊറിച്ചിൽ മാറിക്കിട്ടും. അതല്ലെങ്കിൽ വല്ല ഡോക്ടറും കാണിച്ചിട്ട് കുഷ്ഠത്തിനുള്ള വല്ല മരുന്നും വാങ്ങി കഴിക്കൂ, അപ്പോഴും താങ്കളുടെ ചൊറിച്ചിൽ മാറിക്കിട്ടും. അതിനപ്പുറത്തേക്ക് താങ്കൾക്ക് ചൊറിയുമ്പോ താങ്കളുടെ നാവിൻ തുമ്പിൽ വരേണ്ട വാക്കല്ല, അല്ലെങ്കിൽ പേരല്ല ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. ആ വ്യക്തി ഈ കേരളത്തിന്റെ അഭിമാനമാണ്. പാവങ്ങളുടെ അത്താണിയായിരുന്നു, പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി പ്രവർത്തിച്ചത്. അത്രയും, അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. ഇത്രയും കാലം രാഷ്ട്രീയ ജീവിതം നടത്തിയിട്ട് സ്വന്തമായി ഒരു വീടുണ്ടാക്കാൻ പോലും അയാൾ മറന്നു പോയിട്ടുണ്ട്. അതൊന്നും ഞാനിവിടെ പറഞ്ഞ് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. താങ്കൾ ഇങ്ങനെ താങ്ങിക്കൊണ്ടിരിക്കുന്ന, ആസനം താങ്ങിക്കൊണ്ട് താങ്കൾ കൊണ്ടു നടക്കുന്ന പലരും ഉണ്ടല്ലോ, അവരുടെയൊക്കെ ബാങ്ക് ബാലൻസും ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കള്ള് എത്തുകാരൻ്റെയും തെങ്ങ് കയറ്റക്കാരൻ്റെയും മക്കളായ ഇവർ എങ്ങനെ ഇത്ര കോടികൾ സമ്പാദിച്ചെന്ന് എന്നെങ്കിലും ഒരു മാധ്യമ പ്രവർത്തനം എന്ന രീതിയിൽ
താങ്കൾ അന്വേഷിച്ചിട്ടുണ്ടോ? BS അച്യുതാനന്ദന്റെ മകൻ IHRDയുടെ ചെയർമാനായത് എങ്ങനെയാണെന്ന് താങ്കൾക്ക് അറിയാലോ. ഇവിടെയുള്ള സാധാരണക്കാരൻ യോഗ്യതയുള്ള BS അച്യുതാനന്ദന്റെ മകനേക്കാളും യോഗ്യതയുള്ള പലരും ഉണ്ടായിട്ടും അവരെയൊക്കെ തഴഞ്ഞുകൊണ്ട് ഒരു യോഗ്യതയുമില്ലാത്ത BS അച്യുതാനന്ദന്റെ മകൻ IHRDയുടെ ചെയർമാനായില്ലേ? അതിനെക്കുറിച്ച് താങ്കൾ എപ്പോഴെങ്കിലും 2 വാക്ക് സംസാരിച്ചിട്ടുണ്ടോ? പിന്നെ പിണറായി വിജയനെ കുറിച്ച് താങ്കൾ മിണ്ടിയിട്ടുണ്ടോ? വീണ വിജയൻ, പിണറായി വിജയന്റെ മകൾ, ഇത്രയധികം പൊതുമുതൽ കൊള്ളയടിച്ചുകൊണ്ട് സമ്പാദിച്ചു കൂട്ടിയതിനെ കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് താങ്കൾ മിണ്ടിയിട്ടുണ്ടോ? അപ്പോ പിണറായി വിജയന്റെയും സഖാക്കളുടെയും ആസനം താങ്ങിക്കൊണ്ട് താങ്കൾക്ക് നടക്കാം, അത് താങ്കളുടെ ഇഷ്ടം. ബട്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ വ്യക്തിയെ കുറിച്ച്, ആ വ്യക്തിയുടെ പേരുച്ചരിക്കാൻ പോലുമുള്ള അർഹത താങ്കൾക്കില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു താങ്കളുടെ ഈ നെറികെട്ട ഈ തെമ്മാടിത്തരം? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ആൻഡോയെയും സഹോദരങ്ങളെയും സംരക്ഷിച്ച് പിടിക്കുവാനാണെങ്കിൽ അതിനെ ഞാൻ പറഞ്ഞില്ലേ, രാത്രികാലങ്ങളിൽ പൊതുനിരത്തിലേക്ക് ഇറങ്ങുക, അതല്ലെങ്കിൽ വല്ല ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലും പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടും താങ്കൾക്ക് ചെയ്യേണ്ട പരിപാടികൾ ഒരുപാടുണ്ട്. അത് ചെയ്തിട്ട് ന്യായമായ കാശും വാങ്ങി പോക്കറ്റിലിട്ടിട്ട് കേസ് നടത്താനുള്ള വല്ല ഏർപ്പാടും നോക്കൂ അരുൺകുമാറെ.